മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. പഴയന്നൂർ റൂട്ട്സ് വാലി സ്കൂൾ പുതിയ കെട്ടിടത്തിലേക്ക് മാറുന്നതിന്റെ ഭാഗമായി ഇന്ന് റൂട്ട്സ് വാലി ഇന്റർനാഷണൽ എഡ്യൂസിറ്റി സൗജന്യ നേത്ര പരിശോധന ക്യാമ്പും കിഡ്നി രോഗനിർണയ ക്യാമ്പും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. ക്യാമ്പിൽ നിരവധി പേർ രോഗനിർണയം നടത്തി. കൊണ്ടോട്ടി പരിസരത്ത് മാത്രമാണ് 250 ആളുകൾ, 350 അപേക്ഷകരും അവിടെ മാത്രം. നിങ്ങളെ നാട്ടിലൊക്കെ പരിശോധന കണ്ട് വിധേയമാക്കുമ്പോഴേ എത്രത്തോളം ഉണ്ടാവുമെന്ന് നമുക്ക് പിടിച്ചാൽ കിട്ടാത്ത ഒരവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരുന്നു. കാരണം മനസ്സിലായി നിങ്ങൾക്ക്, നമ്മളെ ജീവിത ശൈലിയിലുണ്ടായ വല്ലാത്ത മാറ്റം നമ്മളെ രോഗികളാക്കിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും വലിയ വസ്തുത. നമ്മൾ ഇപ്പം നിങ്ങൾക്ക് 2 കിഡ്നി ഉണ്ട്. ഒരു കിഡ്നിയിൽ 11 ലക്ഷം അരിപ്പകൾ, മറ്റേ കിഡ്നിയിലും 11 ലക്ഷം അരിപ്പകൾ, മൊത്തം 22 ലക്ഷം അരിപ്പകൾ. ഒരു മനുഷ്യ ശരീരത്തിലെ കിഡ്നിയിലെ അരിപ്പകൾ, അകത്തെ അരിപ്പകൾ നിർത്തിവെച്ചാൽ 100 കിലോമീറ്റർ ദൂരത്തിലെത്തുമാറ് പ്രവിശാലമാണ് അതിൻ്റെ അകത്തെ സംവിധാനങ്ങൾ. ആ കിഡ്നി, നമ്മളെ മനുഷ്യ ശരീരത്തിലുള്ള ആ കിഡ്നി എവിടെയാണ് കൃത്യമായി സ്ഥിതി ചെയ്യുന്നതെന്ന് തെറ്റാതെ പറയാൻ പറ്റുള്ളൂ. ഈ കൂട്ടത്തിലൊന്ന് കൈവെക്കും. അൺലിമിറ്റഡ് മന്തി അടിച്ച് കയറ്റുമ്പോൾ അതിനെ ശാംശീകരിക്കുന്ന, 2 ദിവസം മുമ്പത്തെ പഴംപൊരി, എണ്ണക്കടി എല്ലാം അടിച്ചു മാറ്റുമ്പോൾ എന്ത് കിട്ടിയാലും തിന്നുന്ന, അതിനൊക്കെ കൃത്യമായി ശാംശീകരിക്കുന്ന മനുഷ്യ ശരീരത്തിലെ സുപ്രധാനമായ ആ കിഡ്നി എവിടെയാണ് സ്ഥിതി? ഈ പത്രാസൊക്കെ അല്ലേ, ഈ പൗഡറും എത്തറും ഒക്കെ ഉള്ള ഇതൊക്കെ ഇങ്ങനെ മനോഹരമായി കൈകാര്യം ചെയ്യുന്ന ഈ കിഡ്നി എവിടെയാണെന്ന് സ്ഥിതി ചെയ്യുന്നതെന്ന് പറയാൻ പറ്റുന്ന ഒറ്റാളെ കൈവക്കി. 2 ആൾ പറയണമല്ല കൈവക്കിയല്ലേ മതി. 2 ആളുള്ളൂ, 3 ആൾ ഏട്ടനാരല്ലേ. ബാക്കിയുള്ളവരൊക്കെ ഇപ്പൊ ഇങ്ങനെ ഡൗട്ടാണ്, നെഞ്ഞത്താണോ അല്ലേ, എവിടെയാന്നൊരു ഒരു സംശയമൊക്കെയാണ്. നട്ടെല്ലിൻ്റെ പിറകു വശത്ത് ഏറ്റവും സുരക്ഷിതമായിട്ടാണ് അതിനെ സംവിധാനിച്ച് വെച്ചിട്ടുള്ളത്. ഇനിയിപ്പോൾ നിങ്ങൾ ഇന്ന് ഇവിടുന്ന് ക്ലാസ്സൊക്കെ കേട്ട്, ഉദാഹരണം ക്ലാസ്സൊക്കെ കേട്ട് പുറകെ പോയിട്ട് മക്കളോട് പറയാം, എൻ്റെ ഫാസ്റ്റ് ഫുഡൊക്കെ ഒന്ന് കരുതിക്കൊണ്ട് എൻ്റെ തീറ്റൊക്കെ ഒന്ന് നിയന്ത്രിച്ചാണ്ടി എന്നൊക്കെ ഒന്ന് പറഞ്ഞു നോക്കണ്ടി.